ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഫുൾഹാമിനെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. അതിനു മുൻപ് ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരെയൊക്കെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തുടർച്ചയായി 3 വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിരുന്നു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് യുണൈറ്റഡ് തുടർച്ചയായി 3 വിജയങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ഏതായാലും അർജന്റീൻ സൂപ്പർ താരമായ ലിസാൻഡ്രോ മാർട്ടിനസ് ഇപ്പോൾ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ലിസാൻഡ്രോ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത അവസാനത്തെ 8 മത്സരങ്ങളിൽ കേവലം ഒരു തോൽവി മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിനർത്ഥം ലിസാൻഡ്രോ സെന്റർ ബാക്ക് ആയിക്കൊണ്ട് ഉണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയിക്കാൻ കഴിയുന്നു, അതല്ലെങ്കിൽ പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. തോൽവികൾ കുറവാണ് എന്നുള്ളതാണ് യുണൈറ്റഡിന്റെ ഒരു വിജയരഹസ്യമായിക്കൊണ്ട് ഇപ്പോൾ ലിസാൻഡ്രോ മാറുകയാണ്. നമുക്കറിയാം, പരിക്ക് കാരണം പലപ്പോഴും പുറത്തിരിക്കേണ്ടി വന്ന താരമാണ് ലിസാൻഡ്രോ. പക്ഷെ അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ മികച്ച പ്രകടനം നടത്താറുണ്ട്. അത് യുണൈറ്റഡിന് ഗുണം ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഫുൾഹാമിനെതിരെയുള്ള മത്സരത്തിലെ ലിസാൻഡ്രോയുടെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 47 പാസുകൾ, അതിൽ 44 അക്യുറേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയ ഡിഫെൻസീവ് ആക്ഷൻസ് 7 തവണ, 5 ക്ലിയറൻസുകൾ, 4 റിക്കവറികൾ, ഒരൊറ്റ ഫൗൾ പോലും അദ്ദേഹം വഴങ്ങിയില്ല. അങ്ങനെ വളരെ ഡിസിപ്ലിനോട് കൂടി നല്ല രൂപത്തിലാണ് ഡിഫൻസിൽ ലിസാൻഡ്രോ കളിച്ചിട്ടുള്ളത്. ലിസാൻഡ്രോ കളിക്കുമ്പോൾ നല്ല രൂപത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ഏതായാലും പരിക്കുകൾ ഒന്നും പറ്റാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ലിസാൻഡ്രോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു താരമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.